സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് അസിസ്റ്റൻറ്റ് ഡ്രഗ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. 21/5/2026 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അത് മെയ് മാസം 21 വരെ അപ്ലൈ ചെയ്യാം. ഇനി ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് നമുക്ക് ക്വാളിഫിക്കേഷൻ എല്ലാം ചെക്ക് ചെയ്യാം. ഇവിടെ അസിസ്റ്റൻറ്റ് ഡ്രഗ് ഇൻസ്പെക്ടറാണ്. വേക്കൻസി 30 വേക്കൻസി ഉണ്ട്. തിരുവനന്തപുരം 6, കൊല്ലം 3, പത്തനംതിട്ട 1, ആലപ്പുഴ 2, കോട്ടയം 2, അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ ഡിസ്ട്രിക്റ്റിലും വേക്കൻസീസ് ഉണ്ട്. ഇതിൽ ക്വാളിഫിക്കേഷൻസ് വരുന്നത് ബാച്ചലർ ഓഫ് ഫാർമസി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. ഹയർ ക്വാളിഫിക്കേഷൻ ഈസ് ഓൾസോ റെലവൻറ്റ്. അതായത് ബിഫാം, എംഫാം, ഫാം ഡി ഗ്രാജുവേറ്റ്സിന് അപ്ലൈ ചെയ്യാമെന്നാണ് പറയുന്നത്. പക്ഷേ ഫാം ഡി ഗ്രാജുവേറ്റ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അപ്ലിക്കേഷനിൽ ചെറിയൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇനി സ്കിൽ സെറ്റ് പറയുമ്പോൾ കമ്മ്യൂണിക്കേഷൻ, റൈറ്റിംഗ് സ്കിൽസ്, മൾട്ടിമീഡിയ പോസ്റ്റേഴ്സ്, ട്രെയിനിങ് മെറ്റീരിയൽസ് ഉണ്ടാക്കുക, ഓർഗനൈസേഷണൽ അനലിറ്റിക്കൽ സ്കിൽസ് ഒക്കെയാണ് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് പോസ്റ്റേഴ്സ് ഉണ്ടാക്കാനും MS Excel, ഓഫീസ് ഇതൊക്കെ നേരാവണ്ണം ഉപയോഗിക്കാൻ അറിയാമെന്നുള്ളതൊക്കെയാണ് സ്കിൽ സെറ്റിൽ അവർ ഉദ്ദേശിക്കുന്നത്. ഇനി റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് പറയുമ്പോൾ ഇവിടെ മെയിനായിട്ട് ആൻറ്റി മൈക്രോബിയൽ സ്റ്റുവേർഡ്ഷിപ്പ് ചെയ്തവർക്ക് ഇവിടെ ഒരു പ്ലസ് പോയിൻ്റ് വരുന്നുണ്ട്. AMR അവർ ചെക്ക് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. പിന്നെ ന്യൂ പ്രോഗ്രാം ഓൺ റിട്ടേൺ ഓഫ് അൺയൂസ്ഡ് ഡ്രഗ്സ്, ഇതൊക്കെ അവർ ചെയ്യുന്ന ഓരോ പ്രോഗ്രാമുകളാണ്. ഇതിൽ അസിസ്റ്റ് ചെയ്താൽ മതി. ഇനി വേറെ വരുന്നത് സൈക്കോട്രോപിക് ഇപ്പോൾ നിങ്ങൾ ഡ്രഗ് ഇൻസ്പെക്ടറാണ്, അസിസ്റ്റൻറ്റ് ഡ്രഗ് ഇൻസ്പെക്ടറാണ്, അതുകൊണ്ട് തന്നെ മിസ്യൂസ് ഓഫ് ആൻറ്റി മൈക്രോബിയൽസ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ്. പിന്നെ ഡ്രഗ് ഇൻസ്പെക്ടറിനെ ഡ്രഗ് സാമ്പിൾസ് എടുക്കാൻ കളക്ട് ചെയ്യാൻ സഹായിക്കുക, അതാണ് വരുന്നത്. പിന്നെ ഇവിടെ ഡീറ്റെയിൽ ആയി പറയുന്നുണ്ട് അസിസ്റ്റ് ഓഫീസേഴ്സ് ഓഫ് എൻഫോഴ്സ്മെൻറ്റ് വിങ്, ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ടിൻ്റെ കാര്യമാണ് അവിടെ പറയുന്നത്. ദെൻ ബാക്കി ഡ്രഗ് കൺട്രോളർ പറയുന്ന എല്ലാ ഡ്യൂട്ടീസും ചെയ്യുക. പിന്നെ ടേം ഓഫ് അപ്പോയിൻമെൻറ്റ് പറയുന്നുണ്ട് 17 months ആണ്. കോൺട്രാക്റ്റ് ബേസ്ഡ് അപ്പോയിൻമെൻ്റ് ആണ് ഇവിടെ വരുന്നത്. 17 months പറയുമ്പോൾ 1 year and 5 months ആണ് പറയുന്നത്. അല്ലെങ്കിൽ കംപ്ലീഷൻ ഓഫ് പ്രൊജക്റ്റ്, ഇപ്പോൾ പ്രൊജക്റ്റ് അറ്റ് ദ ടൈം കംപ്ലീറ്റ് ആയില്ലെങ്കിൽ എക്സ്റ്റെൻഡബിൾ ബേസ്ഡ് ഓൺ ദ റിക്വയർമെൻറ്റ്, അവർ എക്സ്റ്റെൻഡ് ചെയ്യാനും സാധ്യതയുണ്ട്. അവർ പേ പറയുന്നത് 30,000 രൂപയാണ്, 30,000 per month. ഏജ് ലിമിറ്റ് ഇവിടെ 30 years കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കോൺട്രാക്റ്റ് ബേസിൽ ജോലി നോക്കുന്നവർക്ക് ഈ ജോലി പറ്റുന്നതാണ്. ഇനി നമുക്ക് അതിൻ്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് ഒന്ന് നോക്കാം. ജനറൽ ഇൻസ്ട്രക്ഷൻസ് പറയുന്നത് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ഫോട്ടോഗ്രാഫി 200 KB കൂടാൻ പാടില്ല. നിങ്ങളുടെ സിഗ്നേച്ചറും അത് സ്കാൻഡ് ഇമേജായി കയറ്റണം, അത് 50 KB കൂടാൻ പാടില്ല. പിന്നെ ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്യരുത് നിങ്ങൾ സിഗ്നേച്ചർ ഇടുമ്പോൾ, അതൊക്കെയാണ് ഇതിൽ പറയുന്നത്. പിന്നെ ജനറൽ ഇൻസ്ട്രക്ഷൻസ് എക്സെട്ര ആണ് പറയുന്നത്. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ ബിഫാംകാർക്ക് അപ്ലൈ ചെയ്യാം, എംഫാമാർക്ക് അപ്ലൈ ചെയ്യാം. ഫാം ഡിക്കാർ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഈക്വലൻസ് സർട്ടിഫിക്കറ്റ് കാണിക്കണം. ഈക്വലൻസ് സർട്ടിഫിക്കറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. അത് ഒരു ഗസറ്റ് നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ അതും കൂടി അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഫാം ഡിക്കാർക്ക് കേട്ടോ, ബാക്കി ബിഫാം എംഫാംകാർക്ക് കുഴപ്പമില്ല. ദെൻ നമ്മൾ ആപ്ലിക്കേഷൻ ബാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഒരു കട്ട് ഓഫ് ഡേറ്റ് ഉണ്ട് കേട്ടോ. എല്ലാ നോട്ടിഫിക്കേഷനും ഒരു കട്ട് ഓഫ് ഡേറ്റ് ഉണ്ട്. കട്ട് ഓഫ് ഡേറ്റ് ആണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. 1/5/2026. ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആവുന്നത് 6 ആണ്. പക്ഷേ 1/5/2026 കട്ട് ഓഫ് ഡേറ്റ് വരുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ മുന്നേ നിങ്ങളുടെ ഏജ് കറക്റ്റ് ആയിരിക്കണം, നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻസ് ഉണ്ടായിരിക്കണം, ബിഫാം നിങ്ങൾ കംപ്ലീറ്റ് ആയിരിക്കണം, നിങ്ങൾക്ക് 29 years ഓഫ് ഏജേ പാടുള്ളൂ, 30 years കൂടാൻ പാടില്ല ഓൺ 1/5/2026. ഇനി അത് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. അതിൻ്റെ ക്വാളിഫിക്കേഷൻസ് പറഞ്ഞു. പിന്നെ നിങ്ങൾ വാലിഡ് ആയിട്ടൊരു ഇമെയിൽ ID കൊടുക്കണം, ഫോൺ നമ്പർ കൊടുക്കണം, ഒക്കെ അതിലാണ് നിങ്ങൾക്ക് സെലക്ഷൻ പ്രോസസ്സിൻ്റെ ഡീറ്റെയിൽസ് വരിക. സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് കറക്റ്റ് അവർ പറഞ്ഞിട്ടില്ല, കാരണം ആപ്ലിക്കൻസിൻ്റെ നമ്പർ അനുസരിച്ചിട്ടായിരിക്കും സെലക്ഷൻ പ്രോസസ്സ് വരിക. ചിലപ്പോൾ അവർ നോട്ടീസിൽ പറയുന്നത് പ്രകാരം അവർ ഇൻ്റർവ്യൂ വയ്ക്കാം, റിട്ടൺ ടെസ്റ്റ്, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡിസ്കഷൻ പോലെ വയ്ക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഒരു കോമ്പിനേഷനായിട്ടും വയ്ക്കാം. അതൊക്കെ റൂൾസ് റൈറ്റ്സൊക്കെ ഈ ഡിപ്പാർട്ട്മെൻറ്റിന് അനുസരിച്ചിട്ടാണ്. അപ്പോൾ ഷോർട്ട് ടേം ആയിട്ടൊരു കോൺട്രാക്ച്വൽ ബേസ് ജോലി നോക്കുന്നവർക്ക് പറ്റിയൊരു നോട്ടിഫിക്കേഷനാണ് വന്നിട്ടുള്ളത്. ഓൾമോസ്റ്റ് ഇവിടെ എല്ലാ ഡിസ്ട്രിക്റ്റിലും ഇവിടെ വേക്കൻസീസ് ഉണ്ട്. സോ വേണ്ടവർക്ക് അപ്ലൈ ചെയ്യാം. താങ്ക് യു.